വെൽക്കം ടു നെയിംസ് വ്ലോഗ്സ്. അപ്പൊ ഇന്ന് എന്റെ അറ്റയർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഇന്ന് നമ്മൾ ക്രിസ്മസ് ഡെക്കറാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഉത്തരാഖണ്ഡ് ആയതുകൊണ്ട് തന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ്, ഇവിടെ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമോ, ക്രിസ്മസ് ഉണ്ടോ? ക്രിസ്മസ് ഒക്കെ ഉണ്ട്, പക്ഷെ ആഘോഷിക്കുന്നവർ വളരെ കുറവാണ്. കാരണം ഇവിടെ അധികവും ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ആഘോഷിക്കുള്ളൂ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ്സിലൊക്കെ ഇതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയാലും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഏതെങ്കിലും 1-2 കടയിൽ കുറച്ച് സ്റ്റാർ കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. വലിയ ഡെക്കർ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ട്രീ എടുത്തു വെച്ചിട്ട്, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ട്രീ എടുത്തു വെച്ചിട്ട് അത് തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ സെറ്റപ്പ് ആക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഡെക്കറിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രിസ്മസ് ട്രീ ഒക്കെ പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ്. കാരണം അത് ഒരു 1 ഇയറോളം ഇങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ നല്ല പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കാണുന്ന മോഡലുള്ള ക്രിസ്മസ് ട്രീയിൽ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാടൻ ക്രിസ്മസ് ട്രീ ആണ് നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ടാവുക. കാരണം ഇവിടെ അവൈലബിലിറ്റി ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിന്നൊക്കെ ഓർഡർ ചെയ്യാമല്ലോ. പക്ഷെ നമുക്ക് ഓർഡർ ചെയ്യാൻ പ്രാവശ്യം പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ ഉള്ളത് വെച്ച് കൊണ്ട് ക്രിസ്മസ് നടത്തുകയാണ്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. നമ്മളത് കോഴിക്കോട് നിന്നായിരുന്നു കേട്ടോ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ കുറേ അധികം പ്രയാസപ്പെട്ടിട്ട് കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച സംഭവമാണ്. ഇതിനെല്ലാം ചുരുട്ടി മടക്കി 2ആയി മടക്കി പിന്നെ അത് കെട്ടി വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ചെയ്യുന്നൊരു സന്തോഷമാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ്, സന്തോഷം കിട്ടും, അത്രയേ ഉള്ളൂ. നമ്മൾ ഋഷിക്കുട്ടനാണ് ഇതിൻ്റെ ക്രിസ്മസ് അപ്പൂപ്പനെ തൂക്കിയിട്ട് അല്ലേ, ക്രിസ്മസ് പാനെ തൂക്കല്ലേ ഋഷി? അതാണ് സ്റ്റാർട്ട്. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വീഡിയോസ് കാണുമ്പോഴാണ് എത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള ഡെക്കർ ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു സമയത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പം നമ്മൾ നാട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു ക്രിസ്മസ് ട്രീ കൂടി ഒരുക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഉത്തരാഖണ്ഡിലെ നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. ഞാൻ പണ്ട് മുതലേ ഇതേപോലെ ക്രിസ്മസ് ട്രീ കാര്യങ്ങളൊക്കെ ഒരുക്കാറുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിലും പിന്നെ നമ്മുടെ സ്കൂളിലാണെങ്കിലും ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറുതിലെ ഇതൊക്കെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം എപ്പം ക്രിസ്മസിൻ്റെ ഒരു 1 വീക്ക് മുന്നേ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, പുൽക്കോട് ഉണ്ടാക്കും, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഉണ്ടാക്കാറുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഇതുപോലെ ആഘോഷങ്ങളൊക്കെ കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചു, നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ നാട്ടിലുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ആഘോഷിക്കുന്നതാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് തന്നെയല്ലേ ഹാപ്പിനെസ് എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഇതുപോലെയുള്ള എല്ലാം. ഇപ്പം ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ്റെ ആഘോഷങ്ങളും പിന്നെ കേരളത്തിലുള്ള ആഘോഷം എല്ലാം ആഘോഷിക്കും കേട്ടോ. നല്ല രസമാണ്. അപ്പം നമുക്ക് തന്നെ ഒരു എനർജി ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല, അവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരവരുടെ സന്തോഷം അവരവർ തന്നെ കണ്ടെത്തുക. ഈ പുൽക്കൂടിൻ്റെ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് കളറൊക്കെ പോയതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. ഒരു 1 ഇയർ 2 ഇയർ മുമ്പ് നമ്മൾ മേടിച്ചതുണ്ടായിരുന്നു പുൽക്കൂടിന്. പിന്നെ നമ്മളിങ്ങനെ വീടൊക്കെ മാറിപ്പോകുന്നത് കൊണ്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അത് കേടായിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് മുന്നേ നാട്ടിലെത്തുകയാണെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഞാൻ വീഡിയോ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും. ക്രിസ്മസ് ഡെക്കർ, നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പരിമിതമായ സംഭവങ്ങൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ഹായ്. അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്.